ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവത് പ്രേമികളായ ശ്രോതാക്കൾക്ക് നമസ്കാരം. വിതുരോദ്ധവ സംവാദ പ്രകരണത്തിലൂടെ യദുവംശജർ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പിതൃദേവ ഋഷിപ്രീതിക്കായി ജലതർപ്പണാദികൾ ചെയ്ത ശേഷം ബ്രാഹ്മണരെ സന്തോഷിപ്പിക്കാനായിട്ട് പലതരത്തിലുള്ള ദ്രവ്യങ്ങളും ദാനം ചെയ്ത് പാപമുക്തരായതുവരെയുള്ള കഥയാണ് നാം കേട്ടത്. അത്രയും ചെയ്തപ്പോഴേക്ക് തങ്ങൾ മറ്റാരെക്കാളും കേമന്മാരാണ് എന്ന ധാരണ അവർക്ക് വന്നു തുടങ്ങി. ബ്രാഹ്മണരുടെ അനുമതിയോടെ ഭക്ഷണം കഴിച്ച ശേഷം എന്താണ് സംഭവിച്ചതെന്നോ? അഥ തേ തദനുജ്ഞാതാ ഭുക്ത്വാ പീത്വാ ച വാരുണിം. അവർ മദ്യപാനാസക്തരായി വാരുണി എന്ന മദ്യം സേവിച്ചു. മദ്യസേവ കൊണ്ട് അവരുടെ സ്വബോധം നശിച്ചു. അവർ അന്യോന്യം അധിക്ഷേപിക്കാൻ ആരംഭിച്ചു. മദ്യലഹരിയാൽ സമനില തെറ്റിക്കഴിഞ്ഞ അവർ അന്യോന്യം സംഘർഷം തുടങ്ങി. ഭഗവാൻ സ്വാത്മമായ സർവജ്ഞാനിയായ ശ്രീകൃഷ്ണൻ തൻ്റെ മായയുടെ ഗതി നിരീക്ഷിച്ചു. പിന്നീട് സരസ്വതീ നദിയിലിറങ്ങി ആചമനം ചെയ്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ ചെന്നിരുന്നു. ശ്രദ്ധിക്കണേ, ഇതൊക്കെ സംഭവിക്കുന്നത് ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് തന്നെ എന്ന് വ്യക്തമാക്കുകയാണ് ഭഗവാൻ സ്വാത്മമായ എന്നതുകൊണ്ട്. അഹഞ്ചോക്തോ ഭഗവതാ പ്രപന്നാർത്തിഹരേണ ബദരിം ത്വം പ്രയാഹ ഇതി സ്വകുലം സഞ്ജിഹീർഷുണ. തൻ്റെ വംശത്തെ ഇല്ലാതാക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ദുഃഖമകറ്റുന്ന വിധം ഉപദേശങ്ങൾ തന്ന ശേഷം അങ്ങ് ബദരി ആശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് എന്നോട് പറഞ്ഞു. ആ തൃച്ചേവടികളെ വേർപിരിയുന്നതിൽ അതീവ ദുഃഖമുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഭഗവാന്റെ തൃച്ചേവടികളെ അനുഗമിച്ചു. ഭഗവാന്റെ പിന്നാലെ തന്നെ ചെന്നു. അവിടെ അദ്രാക്ഷമേകമാസീനം വിജിന്വൻ ദൈതംപതിം ശ്രീനികേതം സരസ്വത്യാം കൃതകേതമകേതനം ശ്യാമാവതാതം വിരജം പ്രശാന്തരുണലോചനം ദോർഭിശ്ച ദുർഭിർവിദിതം പീതകൗശാംബരേണ ച വാമ ഊരാവതിശ്രിത്യ ദക്ഷിണാംഘ്രിസരോരുഹം അപാഷിതാർഭകാശ്വത്ഥം അകൃശം ത്യക്തപിപ്പലം. ഭഗവാൻ സഞ്ചരിച്ച മാർഗത്തിലൂടെ ആ കാലടിപ്പാട് പിന്തുടർന്നെത്തിയ ഞാൻ സരസ്വതീ നദീതീരത്ത് എൻ്റെ പ്രിയങ്കരനായ ആത്മനാഥനെ കണ്ടെത്തി. സ്ഥിരമായ സങ്കേതമില്ലാത്തവനും ശോഭാ സർവസ്വം സങ്കേതമായവനും ശ്യാമള കോമളനും നിശ്ചലങ്ങളായ നേത്രങ്ങളോടുകൂടിയവനും ആയി 4 തൃക്കരങ്ങളാലും പീതാംബരത്താലും തിരിച്ചറിയപ്പെട്ടു. ഇടത്തെ തൃത്തുടമേൽ വലത്തുപാദം ചേർത്ത് വെച്ച് ഒരു ചെറിയ അരയാൽ മരത്തിൽ ചാരിയിരിക്കുകയാണ്. വിഷയസുഖങ്ങളെല്ലാം വെടിഞ്ഞവൻ തന്നെ. എന്നിരുന്നാലും ആനന്ദതുന്തിലനായി ഏകനായിരിക്കുകയാണ് അവിടെ. തസ്മിൻ മഹാഭാഗവതോ ദ്വൈപായന സുഹൃത് സഖ ലോകാനനുചരൻ സിദ്ധ ആസസാദ യദർച്ഛയാ. യാദൃച്ഛികമായി അവിടെ ഒരു പുണ്യാത്മാവ് എത്തിച്ചേർന്നു. മഹാനായ ഭഗവത് ഭക്തനും വേദവ്യാസരുടെ സുഹൃത്തും കൂട്ടുകാരനും സിദ്ധനുമായ മൈത്രേയ മഹർഷിയാണ് അവിടെ എത്തിച്ചേർന്നത്. പരാശരൻ്റെ ശിഷ്യനാണ് മൈത്രേയൻ.
അതുകൊണ്ട് തന്നെ പരാശരപുത്രനായ വേദവ്യാസൻ്റെ സഹചാരിയായി. ആ മഹർഷി ഭഗവാന്റെ മുന്നിൽ സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും തലതാഴ്ത്തി നിൽക്കുന്ന സമയത്ത് സ്നേഹം കലർന്ന മന്ദഹാസത്തോടുകൂടി ഭഗവാൻ ആ മഹാമുനി കേൾക്കെ എന്നോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: വേദാഹമന്തർമനസീപ്സിതം തേ. അങ്ങയുടെ ആഗ്രഹം എന്തെന്ന് ഞാൻ അറിയുന്നു. അല്ലയോ ഉദ്ധവ, അങ്ങ് സായുജ്യം നേടാൻ അഭിലഷിക്കുന്നുവല്ലോ. ഭക്തിയില്ലാത്തവർക്ക് അപ്രാപ്യമാണ് ആ അവസ്ഥ. പ്രജാപതിമാരുടെയും വസുക്കളുടെയും സത്രത്തിൽ വെച്ച് അങ്ങയാൽ ഞാൻ ആരാധിക്കപ്പെട്ടു. അങ്ങയുടെ ഈ ജന്മങ്ങളിൽ വെച്ച് അവസാനത്തേതായിരിക്കും. ജീവലോകങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന എന്നെ നിർമ്മല ഭക്തിയോടെ ഏകാന്തത്തിൽ ദർശിച്ചത് വളരെ വളരെ നന്നായി. സൃഷ്ടിയുടെ ആരംഭത്തിൽ പത്മസംഭവനായ ബ്രഹ്മാവിന് ഞാൻ പരമമായ ജ്ഞാനം ഉപദേശിക്കുകയുണ്ടായി. ഭാഗവതം എന്നാണ് അത് അറിയപ്പെടുന്നത്. പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രീഭൂതനായി ഇങ്ങനെ സ്നേഹനിർഭരമായ വാക്കുകൾ കേട്ട ഉദ്ധവർ ഇടറുന്ന കണ്ഠത്തോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കൂപ്പുകൈകളോടെ ഭഗവാനോട് ഉണർത്തിച്ചു. തുടർന്ന് 15 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ ഉദ്ധവരുടെ ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ അതിദുർലഭമായ പരമപദ പ്രാപ്തി മോക്ഷം, അതുതന്നെയാണ് നിന്തിരോടിയെ ഭജിക്കുന്നവരുടെ ലക്ഷ്യം. എന്നാലും അങ്ങയുടെ തൃപ്പാദഭജനമാണ് ഈവളവൻ ആഗ്രഹിക്കുന്നത്. അങ്ങ് ജന്മരഹിതനാണ്. അങ്ങ് ജന്മം കൈക്കൊണ്ടു. കാലസ്വരൂപനായ അങ്ങ് ശത്രുഭീതി നടിച്ച് ഓടി അനേകം സ്ത്രീകളെ പരിഗ്രഹിച്ചു, രമിച്ചു എന്നൊക്കെ കരുതി വിദ്വാൻമാരുടെ ബുദ്ധി പതറുകയാണ്. സമർത്ഥനായ അങ്ങ് സംശയലേശമില്ലാത്തവനാണ്. ഒരിക്കലും തെറ്റുപറ്റാത്ത അറിവിൻ്റെ ശേഖരമാണ്. എന്നിട്ടും കാര്യാലോചനാവേളകളിൽ ഒന്നും അറിയാത്തവനെ പോലെ എന്നെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചില്ലേ? സംശയ നിവാരണത്തിനായി എന്നോണം എത്രയോ കാര്യങ്ങൾ. അങ്ങയുടെ അത്തരം ലീലകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ജ്ഞാനംബരം സ്വാത്മരഹപ്രകാശം പ്രവാചകസ്മൈ ഭഗവാൻ സമഗ്രം അഭിക്ഷമം നോ ഗ്രഹണായ ഭർത്തർവദാഞ്ജസായ വ്രജനം തരേമ. എല്ലാം അറിയുന്നവനാണ് അങ്ങ്. സ്വരഹസ്യപ്രകാശകമായ പരമജ്ഞാനത്തെ ബ്രഹ്മാവിനായിക്കൊണ്ട് അങ്ങ് ഉപദേശിച്ചുവല്ലോ. നാഥ, ഞങ്ങൾക്കും കേട്ടു ധരിക്കുന്നതിന് യോജിച്ചതാണെങ്കിൽ സംസാര ദുഃഖത്തെ തരണം ചെയ്യാൻ ഉതകുന്ന ആ കാര്യം ഞങ്ങൾക്കും പറഞ്ഞു തന്നാലും. ഭഗവാൻ തൻ്റെ സർവോന്നതമായ നിലയെ വിവരിച്ചുപദേശിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനായ പൂജ്യ ഗുരുപാദരിൽ നിന്ന് താത്വികമായ ആത്മവിജ്ഞാനത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞ ഉദ്ധവർ ആ പാദങ്ങളിൽ നമസ്കരിച്ചു. പ്രദക്ഷിണം വെച്ച് വീണ്ടും വീണ്ടും വണങ്ങിക്കൊണ്ട് വിയോഗവിഹുലമായ മനസ്സോടുകൂടി ഇവിടെ എത്തി. സോഹം തദ്ദർശനാഹ്ലാദ വിയോഗാർത്തിയുത പ്രഭോ ഗവിഷേ ദൈതം തസ്യ ബദരീയാശ്രമമണ്ഡലം. ഭഗവത് ദർശനത്താലുള്ള സന്തോഷം, ഭഗവത് വിയോഗത്താലുള്ള സന്താപം രണ്ടുമുണ്ട്. പ്രഭാവപൂർണനായ ഭഗവാന് പ്രിയങ്കരമായ ബദരി ആശ്രമം, അവിടേക്ക് ഞാനിതാ പോകാൻ ആരംഭിക്കുന്നു. യത്ര നാരായണോ ദേവോ നരശ്ച ഭഗവാൻ ശ്രീ മൃദു തീവ്രം തപോ ദീർഘം
തേവാദേ ലോകഭാവനൗ. ക്രീഡാതൽപരനും ജ്ഞാനൈശ്വര്യാദിപൂർണനും ജിതേന്ദ്രനുമായി നാരായണൻ്റെയും നരൻ്റെയും രൂപം കൈക്കൊണ്ട ലോക നന്മയ്ക്കായി ദീർഘതപസ്സിൽ മുഴുകിയ ഭഗവാൻ ഇരിക്കുന്ന ബദരീമണ്ഡലം, അവിടേക്ക് ഉദ്ധവർ പുറപ്പെടുന്നതായാണ് പറഞ്ഞത്. ഉദ്ധവരുടെ വാക്കുകളിൽ നിന്ന് വിതുരർ ബന്ധുനാശത്തെക്കുറിച്ചറിഞ്ഞ് വല്ലാതെ ദുഃഖിച്ചു. പക്ഷെ തൽക്ഷണമുണ്ടായ ദുഃഖത്തെ ജ്ഞാനിയായ വിതുരർ ജ്ഞാനം കൊണ്ട് ഒതുക്കി നിർത്തിയതായി ശ്രീശുക ബ്രഹ്മർഷി വർണ്ണിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ പരിജനവൃന്ദത്തിൽ പ്രധാനിയായ ഉദ്ധവരോടുള്ള വിശ്വാസം നിമിത്തം വിതുരർ പറയുകയാണ്, ഭഗവാൻ പറഞ്ഞു തന്ന ആ പരമജ്ഞാനത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അങ്ങ് കനിയണം. അങ്ങ് അതിന് അർഹനാണ്. ഭഗവാന്റെ ഭക്തന്മാരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണല്ലോ വേണ്ടത്. ഭഗവാൻ ഉദ്ധവർക്ക് ആത്മതത്വം ഉപദേശിക്കുന്ന സമയത്ത് വിതുരർക്കും സങ്കല്പമാത്രേണ അത് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരധ്യാത്മ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. ഇതിന് ഉദ്ധവോപദേശവേളയിൽ അവിടെ സന്നിഹിതനായിരുന്ന മൈത്രേയ മഹർഷിയെ അതിനായി ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട് പണ്ടേ. അതിനാൽ നനുതേ തത്വസംരാധ്യ ഋഷികൗഷാരമോന്തിമേ സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഹാസത. ഉദ്ധവർ അങ്ങനെ പറഞ്ഞു. മൈത്രേയ മഹാമുനി അങ്ങേക്ക് തത്വാബോധാർത്ഥം ആദേശിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഉദ്ധവർ ഈ വിധത്തിൽ പറഞ്ഞത് കേട്ട ഭഗവാന്റെ ഗുണകഥ കേൾക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നതിലുള്ള ദുഃഖത്തോടുകൂടി ആ രാത്രി യമുനാതീരത്ത് കഴിച്ചുകൂട്ടിയ വിതുരർ അവിടെ നിന്ന് യാത്രയായതായി വർണ്ണിച്ചു. ഇത്രയും വർണ്ണിച്ചു കേട്ടപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഒരു സംശയം പ്രകടിപ്പിച്ചു. വീരന്മാരായ യാദവന്മാർ മുച്ചൂടും മുടിഞ്ഞു. യാദവകുലത്തിൽ പ്രധാനിയും ത്രിമൂർത്തികൾക്ക് പോലും അധീശ്വരനും മനുഷ്യവടിവ് സ്വീകരിച്ചവനുമായ ശ്രീകൃഷ്ണൻ പോലും ആ ജന്മം ഉപേക്ഷിച്ചു. ഉദ്ധവർ മാത്രം പിന്നെങ്ങനെ ബാക്കിയായി? തികച്ചും ന്യായമായതാണ് രാജാവിൻ്റെ സംശയം. ശ്രീശുക ബ്രഹ്മർഷി ഈ സംശയ നിവാരണത്തിനായി വളരെ വ്യക്തതയോടെ പറയാൻ ആരംഭിച്ചു. ബ്രാഹ്മണ ശാപം എന്ന നിമിത്തം അതുകൊണ്ട് കാലശക്തിയാൽ തൻ്റെ വംശത്തെ സംഹരിച്ച് താൻ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഉറച്ചു. അങ്ങനെ ഞാൻ വിരമിച്ചു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചതായ ജ്ഞാനത്തെ ആത്മജ്ഞാനികളിൽ ഉത്തമനായ ഉദ്ധവർ മാത്രമേ ശരിക്കും അർഹിക്കുന്നുള്ളൂ എന്ന് ഭഗവാൻ വിചാരിച്ചു. ഉദ്ധവർ അണുവിട പോലും എന്നെക്കാൾ കുറഞ്ഞവനല്ല. സമർത്ഥനാണ് ഉദ്ധവർ. ഗുണകാര്യങ്ങളായ വിഷയങ്ങളിൽ വിക്ഷോഭിതനായിട്ടില്ല. ആകയാൽ എന്നെ സംബന്ധിച്ചുള്ള ജ്ഞാനം ലോകത്തെ ഗ്രഹിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിന്നോട്ടെ, ഇങ്ങനെ ഭഗവാൻ കരുതി കാണും. ഭഗവാന്റെ മനോഗതം ഇപ്രകാരം ആയിരിക്കണം എന്ന് ശ്രീശുക ബ്രഹ്മർഷി മഹാരാജാവിനോട് പറഞ്ഞു. ഏവം ത്രിലോകഗുരുണാ സന്ദിഷ്ട ശബ്ദയോനിന ബദരിയാശ്രമമാസാദ്യ ഹരിമീജേ സമാധിന. ഉദ്ധവർ ബദരി ആശ്രമത്തിലെത്തി ശ്രീഹരിയെ സമാധിയോഗം കൊണ്ട് ആരാധിച്ചു എന്ന് വർണ്ണിച്ചു. ശ്രീകൃഷ്ണലീലകളെക്കുറിച്ചും ഭഗവാന്റെ ദേഹോത്സർജനത്തെക്കുറിച്ചും ഉദ്ധവരിൽ നിന്ന് കേൾക്കാൻ ഇടയായതിൽ പിന്നെ അതെല്ലാം ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവത് ഭക്തൻ പോയ ശേഷം അല്ലയോ പരീക്ഷിത്തെ, പ്രേമവിവശനായ വിതുര മഹാശയൻ കരഞ്ഞുപോയി.
എന്നുകൂടി പറഞ്ഞ് കേൾപ്പിച്ച ശേഷം മുൻപ് ഉന്നയിച്ച ഒരു ചോദ്യത്തിന് കൂടി മഹർഷി മറുപടിയായി ഇപ്രകാരം പറഞ്ഞു. കാളിന്ദ്യാഗതിഭിസിദ്ധ അഹോഭിർഭരതഋഷഭ പ്രാപദ്യത സ്വസരിതം യത്ര മിത്രാസുതോ മുനി. വിദുര മൈത്രേയ സംവാദം ഏതവസരത്തിൽ എവിടെ വെച്ചുണ്ടായതാണ് എന്നതായിരുന്നു രാജാവിൻ്റെ ആ സംശയം. തുടക്കത്തിൽ ചോദിച്ചിരുന്നതാണ്. ഭാരത പ്രമുഖനും സിദ്ധനുമായ വിദുരർ ചില ദിവസങ്ങൾക്കകം യമുനാതീരത്ത് നിന്ന് ഗംഗാതടത്തിലുള്ള മൈത്രേയ ആശ്രമത്തിലെത്തി. ആ ആശ്രമപ്രദേശമാണ് വിദുര മൈത്രേയ സംവാദം നടന്ന സ്ഥലം. വിദുര മൈത്രേയ സംവാദത്തിൽ അടങ്ങിയ സംഗതികളെ തൃതീയ സ്കന്ധത്തിലെ തുടർന്നുള്ള അധ്യായങ്ങളിലും ചതുർത്ഥ സ്കന്ധത്തിലുമായി വർണ്ണിക്കുന്നു. ഭാഗവത പ്രിയരായ ശ്രോതാക്കൾക്ക് അത് കേൾക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ 4-ാം അധ്യായത്തിലെ സാര സംഗ്രഹം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരേ